കർക്കടകൻ രാശിയിലാണ് ഉച്ചസ്ഥനായിട്ട് വരുന്നത് ഗുരു. അപ്പോൾ എന്നാലും അവരതങ്ങോട്ട് ആഘോഷിക്കൊന്നും വേണ്ട, കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നഷ്ടവും കടവും ദാരിദ്ര്യവും ദുഃഖവും വിഷമവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പ്രണയിക്കാൻ സമയമില്ല. അപ്പോൾ ചിലപ്പോൾ പ്രണയം എന്ന് പറയുന്ന ആ നൈർമല്യമുള്ളൊരു സംഗതിയാണ്. അത് ഈ ഹാർഡായിട്ടുള്ള സംഗതിയിലേക്ക് വന്ന് കയറി അകത്തേക്ക് കയറാൻ പറ്റാതെ ഇങ്ങനെ തടഞ്ഞു നിന്നിട്ടുണ്ടാവും. ഇനി ഇതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു തോന്നല് വരും. ഇപ്പൊ നമ്മളൊരു വഴി കൂടി നടന്നു പോവാണ്, അന്നേരം പൂത്ത് നിൽക്കുന്ന മരം ഉണ്ടാവും. നമ്മൾ ഏത് വരെ എത്തുവാണ്, നമുക്കിവിടെ ആദ്യം നമ്മളങ്ങ് പോകും. ചിലപ്പോൾ അതിന്റെ ചുവട്ടിലെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും, നമ്മളെ നോക്കിയിട്ടുണ്ടാവും, കമന്റ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അവരെയൊക്കെ വളരെ മ്ലേച്ഛന്മാരെന്ന നിലയിൽ ഇതൊന്നും ആസ്വദിക്കാതെ മനസ്സങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ. ഈ പറഞ്ഞ മൂന്നിലെ ദോഷം ചെയ്യില്ലെങ്കിലും ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ ചിലപ്പോൾ കുറയും. ഇപ്പൊ ഈ പ്രണയമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രണയവും കിട്ടിയില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. അതിനെ നമ്മൾ പേഴ്സണലായി തീർച്ചയായിട്ടും അങ്ങനെയും കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ജാതകം ഒരു വിഷയമാണ് ഇവിടെ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷിയായ ജ്യോതി സത്യൻ ഉണ്ട്. മാഡം നമസ്കാരം. നമുക്കൊരു പുതിയ വർഷം കൂടി കിട്ടിയിരിക്കുകയാണ്, ചിങ്ങം. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ തരുന്ന സൂചനകൾ വെച്ചിട്ട് ഇനി ഈ ഒരു പുതിയ വർഷം എങ്ങനെയായിരിക്കും നമുക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. കർക്കടകൻ രാശിയിൽ ഉള്ള ആൾക്കാർക്ക് എന്താണ് സംഭവം? കാരണം കർക്കടകൻ രാശിയിലാണ് ഉച്ചസ്ഥനായിട്ട് വരുന്നത് ഗുരു. അപ്പൊ അവിടെ ഇപ്പൊ ഗുരു വന്നിട്ടുണ്ട്. അപ്പൊ വ്യാഴം വന്നിട്ടുണ്ട്. അപ്പൊ വ്യാഴം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ അതിന് ജന്മവ്യാഴം എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പൊ ഒരു വ്യത്യാസമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഉച്ചസ്ഥനായിട്ട് സർവ ബലത്തോടുകൂടി നിൽക്കുന്ന വ്യാഴാണ്. അപ്പോൾ ഈ കർക്കിടകൻ രാശിക്കാർക്ക് നേരത്തെ 12-ലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അപ്പോൾ 12-ല് വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അവർക്ക്. പുണർന്നങ്കാല് പോയ മാലിന്യക്കാരാണ് ഈ കർക്കിടകൻ രാശി എന്ന് പറയുന്നത്. അപ്പോൾ 12-ലെ വ്യാഴം എന്ന് പറയുമ്പോൾ വ്യയം കൂടും, നമ്മളെ പൈസ കുറേ കൂടും. അതുപോലെ തന്നെ എല്ലാം കയ്യിൽ നിന്ന് പോക്കായിരിക്കും, എന്തും നഷ്ടങ്ങളാണ് വരുന്നത്. അപ്പോൾ സങ്കടങ്ങൾ വരും, ദുഃഖം എല്ലാം വരുന്നത് ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്കൊരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ എത്തുന്ന ഇപ്പോഴത്തേക്ക് കർക്കിടകൻ രാശിക്കാർക്ക് ജന്മത്തിലേക്ക് വ്യാഴം വന്നു. അപ്പം അത് അവർക്ക് സത്യം പറഞ്ഞാൽ നല്ലതാ. അപ്പോൾ എന്നാലും അവരതങ്ങോട്ട് ആഘോഷിക്കൊന്നും വേണ്ട, കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 9-ലെ ശനി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്ന വലിയ കുഴപ്പമില്ല, 9-ലെ ശനി വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് കർക്കിടകത്തിലെ വ്യാഴം നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്താലും, കുറച്ച് സ്ട്രഗിളൊക്കെ വന്നാലും നമുക്കതിന് ശേഷം, അതായത് ആദ്യ പകുതി എന്ന് പറയുന്നത് ഒക്ടോബറിൽ 30 കഴിയുമ്പോഴത്തേക്ക് ഒരു 3 മാസത്തെ കാലയളവിൽ നമ്മുടെ വ്യാഴം സ്ഥാനം മാറുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ചിങ്ങത്തിൽ നിന്ന് പിന്നെ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പം ഇവർക്ക് സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് 2-മത്തെ ഇതിലേക്കാണ് വരുന്നത്. അപ്പം 2-ൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് നല്ലതാ. ധനം, അതുപോലെ തന്നെ സേവിങ്സ്, അപ്രതീക്ഷിതമായ ധനങ്ങളൊക്കെ വരാനും സഹായഹസ്തങ്ങൾ ഉണ്ടാകാനും മനസമാധാനം കിട്ടാനും, സന്താനങ്ങളുള്ളവരാണെങ്കിൽ അവരെ കൊണ്ട് ശ്രേയസ് ഉണ്ടാകാനും ഒക്കെയുള്ള സമയം. വിവാഹം നടക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ വിവാഹങ്ങൾ, പങ്കാളിയെ കിട്ടാനും അങ്ങനെയൊക്കെ പ്രണയസാഫല്യം, തീർച്ചയായിട്ടും പ്രണയസാഫല്യം, ഇണയെ കണ്ടെത്താനായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാളെ കണ്ടാൽ നമുക്ക് പിടിക്കാതെ നടക്കും. ചിലപ്പോൾ പ്രണയം അങ്ങോട്ട് കയറില്ല, റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അത് ഒരു സമയത്തിൻ്റെയാണ്. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ഒരാൾ നമ്മളെ കുറേ കാലമായിട്ടുണ്ടാവും അയാൾ നമ്മളോട് പ്രണയാഭ്യർത്ഥനയൊക്കെ ചെയ്തിട്ട്, പക്ഷെ നമ്മളതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോഭാവമൊന്നും നമുക്കില്ല. കാരണം പല സ്ട്രഗിളാണ് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നഷ്ടവും കടവും ദാരിദ്ര്യവും ദുഃഖവും വിഷമവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പ്രണയിക്കാൻ സമയമില്ല. അപ്പോൾ ചിലപ്പോൾ പ്രണയം എന്ന് പറയുന്ന ആ നൈർമല്യമുള്ളൊരു സംഗതിയാണ്. അത് ഈ ഹാർഡായിട്ടുള്ള സംഗതിയിലേക്ക് വന്ന് കയറി അകത്തേക്ക് കയറാൻ പറ്റാതെ ഇങ്ങനെ തടഞ്ഞു നിന്നിട്ടുണ്ടാവും. ആ അനുഭവങ്ങളൊക്കെ ഇപ്പം പതുക്കെ വാതിലുകളൊക്കെ തുറന്ന് നമുക്ക് തന്നെ ഒരു സന്തോഷവും സമാധാനവും
ഇനി ഇതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു തോന്നല് അതെ അതെ വരും. അപ്പൊ അത് അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്. അത് ഇനിയൊന്ന് ജീവിച്ചു തുടങ്ങാം അത് തന്നെ. ഇനിയും ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സരളിതമായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയും കാലം ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ, അല്ലെങ്കിൽ ഇത് ഇയാളിൽ ഇത്രയും നർമ്മല്യതയൊക്കെ ഉണ്ടായിരുന്നു, ഇയാൾ ഇത്ര നല്ല ആളായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയില്ലേ. കുറേ കാലം നമ്മളുടെ ജീവിതത്തിൽ ചില നല്ല അനുഭവങ്ങളൊക്കെ വരേണ്ട സമയത്തേ വരുള്ളൂ. അല്ലാത്തപ്പോഴും നമുക്ക് ഒരു പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പലവട്ടം കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു വഴി കൂടി നടന്നു പോവാണ്, അന്നേരം പൂത്ത് നിൽക്കുന്ന മരം ഉണ്ടാവും, നമ്മളെ ഏത് വരെ എത്തുവാണ് നമുക്കിവിടെ ആദ്യം നമ്മളങ്ങ് പോകും. ഇതിനെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കും. നല്ല ഭംഗിയുണ്ടാവും ആ മരത്തിന്, ചിലപ്പോൾ അതിൻ്റെ ചുവട്ടിലെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും, നമ്മളെ നോക്കിയിട്ടുണ്ടാവും, കമന്റ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അവരെയൊക്കെ വളരെ മ്ലേച്ഛന്മാരെന്ന നിലയിൽ ഇതൊന്നും ആസ്വദിക്കാതെ മനസ്സെങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ. തീർച്ചയായും ആ നിമിഷങ്ങളൊക്കെ ഇതൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സംഗതിയാണ്, ഇത്രയും നാളും ഞാൻ മിസ്സാക്കിയത് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ട് പതുക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാനും, ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തൂടെയായിരുന്നോ ഞാൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത്, ഈ മനുഷ്യനായിരുന്നോ എന്നെ എങ്ങനെയൊക്കെ വാച്ച് ചെയ്തിരുന്നത്, എന്നെ പറ്റി ചിലപ്പോൾ നമ്മളെ പറ്റി എന്തെങ്കിലും ചെറിയൊരു കമൻറ്റ് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കലുഷിതമായിട്ട് നിൽക്കണമെന്ന് ദേഷ്യം വരും. അതേ കമൻറ്റ് തന്നെ നമ്മൾ നല്ലൊരു മൂഡിൽ നിൽക്കുവാണെങ്കിൽ വളരെ കുഴപ്പമില്ല, സന്തോഷമായിട്ട് നമുക്ക് അതൊരു സ്മൈലി ഫേസോട് കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള ഒരു കുളിർമ, ഒരു സമാധാനം, സന്തോഷം, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യാനുഭവങ്ങൾ വരുന്നു. സന്താനങ്ങളുള്ളവരാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ദുഃഖ വിഷമമൊക്കെ ഉള്ള അനുഭവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കതൊരു സന്തോഷം. അതൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളാണല്ലോ. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പ്രേമിക്കാൻ പറ്റാത്ത പ്രായത്തിലുള്ളവരും ഉണ്ടാവുമല്ലോ. കുറച്ച് പ്രായം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി പ്രേമം വരുമോ, ഇതെന്താ ഇങ്ങനെയെന്ന് അല്ല. അപ്പൊ അവരിലാണെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള ലൈക്യം, മനസ്സിലായ. ഇപ്പൊ ദൂരെ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെയുള്ള പരസ്പരം അങ്ങും വിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവര് കുറച്ച് കൂടുതൽ ഊഷ്മളതയോടുകൂടി ഫോൺ കോളുകളൊക്കെ കുറച്ചും കൂടി കാര്യമായിട്ട് വരികയും, അല്ലെങ്കിൽ നമ്മൾ അയാൾക്കൊരു ലീവ് കിട്ടുക, അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരികയൊക്കെ വരാം. അങ്ങനെ ആയാലും മതി. പിന്നെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സൗഹൃദത്തിൽ പുതിയ മാനങ്ങൾ കൊണ്ടെത്താം, നല്ല സുഹൃത്തുക്കളെ കിട്ടാം, ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെയൊക്കെ വരാം. അപ്പൊ കർക്കിടകൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. കാരണം അത് രണ്ടാം ഘട്ടത്തിലായിരിക്കും കൂടുതൽ അനുഭവങ്ങൾ വരുന്നത്. ഒക്ടോബർ കഴിഞ്ഞിട്ട് വരുന്ന 3 മാസ കാലഘട്ടം കുറച്ചൊരു സാമ്പത്തികമായിട്ടൊക്കെ നമുക്കൊരു ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം 2ലേക്കാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഈ ഘട്ടം തിരിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യ ഘട്ടത്തേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് വരുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് ഈ കർക്കിടകൻ രാശിക്കാർക്കെന്ന് പറയാം. അപ്പോൾ ജീവിതത്തിൽ അവർക്കും സുഖാനുഭവം എന്ന് പറഞ്ഞാലും വ്യാഴം എപ്പോഴും ഉച്ചസ്ഥനായാലും നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണെന്നും കൂടി നമ്മൾ നോക്കണം. 3-ൽ നിൽക്കുന്ന വ്യാഴം എപ്പോഴും നമുക്കത്ര ചാരവശാൽ 3-ൽ നിൽക്കുമ്പോൾ മുറവിളി കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജാതകത്തിലെ വ്യാഴത്തിന് ഒട്ടും ബലമില്ലാതെ നീചസ്ഥനായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ പാപഗ്രസ്തനായിട്ട് നിൽക്കുകയോ ശനിയുടെ വീക്ഷണകോണിൽ നിൽക്കുകയോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3-ലെ ഇത് ദോഷം ചെയ്യില്ലെങ്കിലും ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ ചിലപ്പോൾ കുറയും. ഇപ്പൊ ഈ പ്രണയമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രണയവും കിട്ടിയില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. അതിനെ നമ്മൾ വിശദമായി തീർച്ചയായിട്ടും അങ്ങനെയും കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ജാതകം ഒരു വിഷയമാണ് ഇവിടെ. അപ്പൊ ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നു, ഒരു പൊതുഫലം. അതായത് നമുക്കൊരു പനി വന്നാൽ എന്താണ്, എനിക്കൊരു തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പോയി ഡോക്ടറെ കാണൂ, ഇന്നത് ചെയ്യൂ, സ്കാൻ ചെയ്യൂ, അങ്ങനെയൊന്നും പറയില്ല. ജസ്റ്റ് നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കും എന്ന് പറയുന്ന പോലെ ഒരു ഫലമാണിത്, ജനറലായിട്ട് പറയും. അപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ട് ആദ്യഘട്ടത്തിലും ഉണ്ടായില്ല, രണ്ടാമത്തെ ഘട്ടത്തിലും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ നമ്മൾ നമ്മുടെ ജാതകം മെല്ലനെ ഒന്ന് അറിയാവുന്ന ആരെയും കൊണ്ട് നോക്കിക്കുക. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നത്തിലാണ് ചെറിയ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അപ്പൊ വ്യാഴത്തിന് ബലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വൈഷ്ണവ സങ്കല്പത്തിലുള്ള, അതായത് മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ നമ്മൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ, നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒക്കെ നമ്മളങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കുക, നാരായണ നാമങ്ങളൊക്കെ നന്നായി ജപിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യാഴന് കരുത്ത് വരും. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള യോഗം വരും. അല്ലെങ്കിൽ ചിലപ്പോൾ പലതും മിസ്സായി പോകും. അതാണ്. അപ്പൊ അങ്ങനെയും വരും ജാതകത്തിൽ. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനും പരിഹാരമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ പുതുവർഷ ഫലം പറയുമ്പോൾ അതൊരു
ജനറൽ പ്രഡിക്ഷൻ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചിലപ്പോൾ പറയും ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും അതിൽ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ ഭാഗികമായിട്ടേ കിട്ടുള്ളൂ. ചിലർക്ക് പൂർണ്ണമായിട്ട് കിട്ടും, ചിലർക്ക് ഒട്ടും തന്നെ കിട്ടില്ലെന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഗ്രഹനിലയിലെ ഏത് ഭാവത്തിൽ ഏത് ദശാകാലാണ്, ഏത് മഹാദശയാണ്, അതിൽ ഏത് ഭുക്തിയാണ് നടക്കുന്നത്, അങ്ങനെ അപഹാരം ഏതാണെന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ നോക്കുക. അതുപോലെ ഗ്രഹനിലയിൽ വ്യാഴന്റെ ബലം എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പരിഹാരം കണ്ടെത്താം. പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയാണ് നമ്മളൊരു ജ്യോത്സ്യൻ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാൽ, അതുപോലെ പരിഹാരം കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ആ സ്ട്രഗിളിനെ നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സന്തോഷമായിട്ട് കടന്നു പോകും, ആ കാലവും കടന്നു പോകും. അതെ. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ.